രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി സസ്പെൻഷനാണ് എന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടി നടപടി വിശദീകരിക്കാൻ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫാണ് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടത്. തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് അധികം പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനുശേഷം വി ഡി സതീശന്റെ പ്രതികരണം നമ്മൾ കണ്ടു. മാതൃകാപരമായ നടപടിയെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത പാർട്ടി നടപടിയെ വിശേഷിപ്പിച്ചത്. ഷാഫി പറമ്പിലിന്റെ പ്രതികരണവും നമ്മൾ കണ്ടു. റോഷിപാൽ, ടി വി പ്രസാദ് എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത്. ടി വി പ്രസാദ്, പ്രതികരണങ്ങൾ ഇങ്ങനെ വരികയാണ്. പ്രതിപക്ഷം ഇതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? സുജയ, ശക്തമായ പ്രതിഷേധം CPIM-ന്റെയും അതുപോലെ തന്നെ BJP-യുടെയും ഭാഗമായി തുടരുകയാണ്. ഇനിയിപ്പോൾ CPIM-ഉം BJP-യും ചെയ്യാൻ പോകുന്നത് പ്രതിഷേധം അധികം കടുപ്പിക്കാതെ അവർക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ പ്രതിഷേധവുമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു തീരുമാനമായിരിക്കാം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. കാരണം പന്ത് അവരുടെ കോർട്ടിലായി കഴിഞ്ഞു. അവർ ആഗ്രഹിച്ചതുപോലെ രാജിവെച്ചില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷവും ആഗ്രഹിച്ചത് ഇത് തന്നെയായിരുന്നു. കാരണം രാജിവെക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരുന്നു അവർക്ക് ആവശ്യം. അങ്ങനെയെങ്കിൽ അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഉറപ്പായും തുറന്നെതിർക്കാനും പ്രതിഷേധിക്കാനും തടയാനുമൊക്കെ ഒരാൾ പൊതുസമൂഹത്തിൽ ബാക്കിയുണ്ട്. അത് മാങ്കൂട്ടത്തിൽ MLA ആണ്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ രണ്ട് കൈയും കാലും കെട്ടി കടലിലേക്ക് തള്ളിയിട്ട് നീന്തിക്കോ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ. കാരണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടുകൂടി മണ്ഡലത്തിൽ ഇനിയിപ്പോൾ പ്രവർത്തകരുടെ പിന്തുണ കിട്ടില്ല. ഈ ഒരു 6 മാസം എന്ന് പറയുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിന് മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ മണ്ഡലത്തിലെ പരിപാടിയിൽ ഇറങ്ങിയാൽ തന്നെ അവിടെ DYFI പ്രവർത്തകരും അതുപോലെ BJP പ്രവർത്തകരും തടയാനുള്ള സാധ്യതയും വളരെ കൂടുതലുമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് CPIM-ന് വലിയ പിടിവള്ളിയാണ്. ഒപ്പം BJP-ക്ക് വലിയ ആശ്വാസവുമാണ്. CPIM-നെതിരെ ആഞ്ഞടിക്കേണ്ട പ്രതിപക്ഷ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കറങ്ങി കഴിഞ്ഞ 4 ദിവസമായി ഇത് മാത്രം പറയേണ്ട അവസ്ഥയിലേക്ക് മാറുന്നത്. സണ്ണി ജോസഫ് ആയാലും മറ്റ് UDF-ന്റെ നേതാക്കന്മാരായാലും എല്ലാവരും സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കേണ്ട നിലയിലേക്ക്, പാർട്ടിയെ പ്രതിരോധിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാകുന്നു സുജയ, രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടായില്ല എന്നുള്ളതാണ്. നേരത്തെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കണം എന്ന് AICC നേതൃത്വം പറഞ്ഞതാണ്. ഇനിയെങ്കിലും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം നിലയ്ക്ക് രാജി പ്രഖ്യാപിക്കുമോ എന്നതാണോ ഇനിയിപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉറ്റുനോക്കുന്നത് എന്നതാണ്. അങ്ങനെ ഒരു സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ കാണാനുമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആകെ നാണം കെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴുണ്ട്. നിയമസഭയിലേക്ക് വന്നാൽ തന്നെ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. കാരണം പാർലമെന്ററി പാർട്ടിയിലുമില്ല, അവിടെയും സസ്പെൻഷനാണ്. സ്വാഭാവികമായി UDF-ന്റെ ഭാഗമായി ഇരിക്കാൻ കഴിയില്ല. റോഷിപാലിലേക്ക് കൂടി പോവുകയാണ്. റോഷിപാൽ, അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം സ്വമേധയാ രാജിവെച്ച് അങ്ങനൊരു വീരപരിവേഷത്തിലേക്ക് എത്തുമോ? ഈ വാർത്താസമ്മേളനം എന്തിനായിരിക്കും? സുജയ പാർവതി, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഈ പദവി സ്വയം ഒഴിയാനുള്ള ഒരു സാധ്യതയുമില്ല. നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതെന്ന്. അത് മാത്രം പരിശോധിച്ചാൽ മതി. ഈ അധികാര പദവി നഷ്ടപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും തയ്യാറാകില്ല. അത് കടിച്ചു തൂങ്ങാനാണ് സാധ്യത. നേരത്തെ അത് K മുരളീധരന്റെ ഭാഷയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ കടിച്ചു തൂങ്ങണോ എന്നത് സ്വയം പരിശോധിക്കണമെന്നാണ് മുരളീധരൻ പറഞ്ഞത്. സമാനമായ നമുക്ക് ആ വാക്ക് കടമെടുക്കാം. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പ്രതിസന്ധിയിലാണ്, UDF-ഉം പ്രതിസന്ധിയിലാണ്. നേരത്തെ TV പ്രസാദ് പറഞ്ഞതുപോലെ ഈ ഒരു സസ്പെൻഷൻ നടപടിയിലൂടെ UDF-ന് മുഖം രക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇനി അങ്ങോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട LDF-ന്റെയും NDA-യുടെയും പ്രചാരണ ആയുധം തന്നെ ഇത് തന്നെയായിരിക്കും. എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടാത്ത MLA ജനപ്രതിനിധിയെ പാലക്കാടുകാരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്ന ചോദ്യമാണ്. ആ ചോദ്യം ഉയർത്തി അവർ കാരണം പാലക്കാട്ടെ വോട്ടർമാർ വോട്ട് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് മാത്രമല്ല, കൈപ്പത്തി ചിഹ്നത്തിനും കോൺഗ്രസിനും വേണ്ടിയാണ്. അപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരാൾ തങ്ങളുടെ MLA ആയി തുടരുന്നതിനെ പറ്റി അയാൾക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് പറയാനുള്ളത് എന്താണ്? അതും നമുക്ക് കേൾക്കാം വരും മണിക്കൂറുകളിൽ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് പറയുന്നു എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം സമഗ്രമായ വാർത്തകളുമായി